കർഷകരെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിനൊപ്പം പോയെന്ന് പറയുന്ന കേരള കോൺഗ്രസ് ഇപ്പോൾ മിണ്ടാട്ടമില്ലാത്തവരായി മാറിയിരിക്കുകയാണെന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി കട്ടപ്പന കൃഷിഭവന് മുമ്പിൽ കർഷക കോൺഗ്രസ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കൃഷിഭവന് മുമ്പിൽ ധർണ നടത്തിയത്. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി സമരം ഉദ്ഘാടനം ചെയ്തു. വാക്കുകൾ ഒന്നും പാലിക്കാത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കർഷകരെ സംരക്ഷിക്കാനാണ് ഇടതുപക്ഷത്തോടൊപ്പം പോയതെന്ന് പറയുന്ന കേരള കോൺഗ്രസിന് ഇപ്പോൾ മിണ്ടാട്ടമില്ലാതായി. പ്രഖ്യാപനങ്ങൾ നടത്തുകയല്ലാതെ ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിക്കുന്നില്ല. ആകെ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട പണം ആഡംബരത്തിനു വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളത് മാത്രമാണെന്നും EM അഗസ്തി കുറ്റപ്പെടുത്തി. ഏത് വാഗ്ദാനമാണ് ഗവൺമെന്റ് പാലിച്ചിട്ടുള്ളത്? റബ്ബറിന് താങ്ങുവില കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആ താങ്ങുവിലയെ പറ്റി ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോ കേരളത്തിലെ ഗവൺമെന്റോ പറയുന്നുണ്ടോ? കർഷകനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ മുന്നണിക്കൊപ്പം പോയതെന്ന് പറയുന്ന കേരള കോൺഗ്രസ് എന്ന പാർട്ടി ഇപ്പോൾ മിണ്ടാട്ടമില്ലാത്തവരായിരിക്കുകയാണ്. കാർഷിക പാക്കേജുകളെ പറ്റി കേരളത്തിലെ മുഖ്യമന്ത്രി വലിയ ആവേശപൂർവ്വം സംസാരിക്കുമായിരുന്നു. കുട്ടനാട് പാക്കേജിന്റെ സ്ഥിതി എന്താണ്? ഇടുക്കി പാക്കേജിന്റെ സ്ഥിതി എന്താണ്? ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയുന്നില്ല. 18,000 കോടിയുടെ പദ്ധതിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കട്ടപ്പനയിൽ വന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 15 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചത്. വർഷം 4 കഴിഞ്ഞു. 4ാം വർഷത്തിൽ 4ാം വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി പാർട്ടിക്കും ഈ 18,000 കോടിയുടെ രൂപ എവിടെ പോയി എന്ന് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് സംശയമില്ല. ഉത്തരവാദിത്വമുണ്ട് എന്നവർക്കറിയാം, പക്ഷേ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഞാനും കൂടി പങ്കെടുത്തൊരു സമ്മേളനത്തിലാണ് ശ്രീ തോമസ് ഐസക്, കേരളത്തിലെ മുൻ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് പറഞ്ഞത്, നമ്മൾ പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയാത്തതിനെ സംബന്ധിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയാത്തതിനെ പറ്റി ആലോചിക്കണമെന്നാണ്. പാക്കേജ് തന്നെ നടപ്പിലാക്കിയില്ല, പാക്കേജ് ഇല്ല. ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണോ 18,000 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചത്? എവിടെയാണ് പണം? ബഡ്ജറ്റിൽ പണമുണ്ടോ? 18,000 കോടി രൂപ ആകാശത്ത് പൊട്ടി വീഴുമെന്നാണോ പിണറായി വിജയനും കൂട്ടരും വിചാരിച്ചത്? സംസ്ഥാനത്തെ കാർഷിക മേഖലയ്ക്ക് ലോകബാങ്ക് അനുവദിച്ച 139.64 കോടി രൂപ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്കായി വകമാറ്റി ചെലവഴിച്ചു. ഇടുക്കി പാക്കേജിൽ അനുവദിച്ച തുക ഇതുവരെ ചെലവഴിച്ചിട്ടില്ല. ജില്ലയിൽ ഭൂപ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ പാണാട്ടിൽ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി തോമസ് രാജൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട, കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, ഷൈനി സണ്ണി ചെറിയാൻ, ജോസ് ആനക്കലിൽ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി.